So what's up guys, this is Joel46 and you are watching FJ Vlogs. അപ്പോൾ guys ഇന്നത്തെ വ്ളോഗ് വളരെ സങ്കടത്തോടു കൂടെയാണ് ഗൈസ് ചെയ്യുന്നത്. പക്ഷേ എന്നാ ഒരു സന്തോഷമുണ്ട്. സേട്ടൻ്റെ കല്യാണമാണ് ഗൈസ്. സേട്ടൻ്റെ കല്യാണം ഇന്നാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ എന്നാ പറയണേ തിരുവല്ല പോവാണ്. തിരുവല്ല വെച്ചാണ് കല്യാണം. എന്താ പറയണേ ഞാൻ 6-ാം തീയതി ഇടുക്കി എത്തണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫുള്ള് ബാഡ് അടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പോയില്ല. എന്തായാലും ഇന്ന് നമ്മൾ കല്യാണം പോകുന്നു, നമ്മൾ പൊളിക്കുന്നു, തകർക്കുന്നു. അവിടുത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഈ വ്ലോഗിൽ കൂടെ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് നീരജിനെ പൊക്കാനാണ്. നീരജിൻ്റെ വീട് പന്തളത്താണ്. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചത്. അപ്പം നീരജിനെ നേരെ പൊക്കിയിട്ട് അവിടുന്ന് നമ്മളൊന്നേ ബിജിത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നേരെ ചേട്ടൻ്റെ ഓഡിറ്റോറിയത്തിലോട്ട് പോകും. അതാണ് പ്ലാൻ. ഇനി എങ്ങനെ ചേഞ്ച് ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളിപ്പോൾ നേരെ പോകുന്നത് നീരജിനെ പൊക്കാനാണ് ഗൈസ്. അപ്പോൾ ഇനി നേരെ പോയി അവനെ പൊക്കാം. കല്യാണത്തിന് പോകാൻ പോവാണ് ഗൈസ്. അവന്മാര് കുളിച്ചിട്ടും ഇല്ല, പല്ല് കഴിച്ചിട്ടും ഇല്ല. അതുകൊണ്ട എടാ നീ ഒരു കല്യാണത്തിന് പോകാൻ പോവാന്നോടാ കുളിക്കാതെ. വേണ്ട അവ ഉറക്കം എഴുന്നേറ്റിട്ട് പോലും ഇല്ല. ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇരിക്കുന്നത് പോലെയാണ്. ഇതുവരെ കുളിച്ചിട്ടും ഇല്ല, പല്ല് കഴിച്ചിട്ടും ഇല്ല. ഞങ്ങള് നേരത്തെ എത്തി, ഞാനും നീരജും കേട്ടോ. ഒന്ന് നന്നായി കൂടാ. ഇവിടെ ഇരുത്തി പോസ്റ്റാണ് ഗൈസ്. വിജിത്തിന്റെ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. കുറെ കോണിപ്പടികൾ. എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടൂടാ. ഏതാ നിന്റെ റൂം? ഹായ് ഗൈസ്, കട്ടി. നിങ്ങൾ രണ്ടുപേരും ഇന്നലെ ഇവിടെ വന്നോടാ കിടന്നേ. ഓ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ടാടാ പോകുന്നത്. നമ്മളിപ്പോ ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. അവര് 10:30 ആകുമ്പോഴേ എത്തത്തുള്ളൂ. നമ്മൾ അതുവരെ പട്ടി പോസ്റ്റ് എന്നാ എങ്ങോട്ടേലും പോകാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പൊ നമ്മൾ പോയിട്ട് അവിടെ ചെന്നിട്ടുള്ള വിഷ്വലായിട്ട്. സോ ഗൈസ്, ബീച്ച് ഇപ്പൊ ഏതോ ഒരു പട്ടിപ്പാലത്തിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഏതാ പാലമൊന്നും പോലും അറിഞ്ഞൂടാ. പക്ഷെ കൊള്ളാം കേട്ടോ. കല്യാണത്തിന് പോണ്ട ഞങ്ങളെ കൊളവാക്കും തോന്നി. ഒന്നിക്ക് തുറന്നോ കൊണ്ടുവന്ന് പോക്കുകയാണ്. നീ പോടാ അർജുനെ, ഞാൻ ലാസ്റ്റ് വരാം. ആടില്ല മുങ്ങി പോകും. ചേട്ടൻ്റെ സേവ് ദ ഡേറ്റ് നമുക്ക് പിടിക്കായിരുന്നു. അത് മൊഞ്ചാണേ, ഏസ്തറ്റിക്കാ. നീ മറ്റേ ഏസ്തറ്റിക് ഫുണ്ടല്ലേ, ഇങ്ങോട്ട് നോക്കത്തില്ല. ഗൈസ് ഇവിടെ മുണ്ടുടുപ്പീരാണ് ഗൈസ്. ചേട്ടൻ്റെ കല്യാണം എന്തുകൂടാ കാണിച്ചു വെച്ചേക്കുന്നത്. എങ്ങനെയാണോ മുണ്ടുടുക്കുന്നത്? പെടാപ്പാട് വിടുന്നു. നീ ഒരു കാര്യം ചെയ്യ്, കട്ടിലോട്ട് മുണ്ടിങ്ങനെ വിരിച്ചു കെട്ടിട്ടെ അതിന്റെ മണ്ടേ കിടന്ന് ഉരുള്. നമ്മള് സിമ്പിള്, നമുക്ക് പാന്റ് ഷർട്ട് അതൊക്കെ അറിയാം. അതിന്റെ ഒക്കെ ആവശ്യമുള്ളൂ. ഞാനും നീരജും ഇതിനകത്താണ് ഗൈസ്. അർജുനും ബിജിത്തും ഹാരിയറിലും. അവര് നേരെ, ഞങ്ങളെല്ലാരും കൂടി ഇനി നേരെ അങ്ങോട്ട് പോവാണ്. മാറാ കല്യാണ ചെറുക്കനെ കാണാ, കല്യാണ ചെറുക്കനെ കാണാ, ബ്ലോഗ് എടുക്കട്ടാ. ചേട്ടാ, ഈ മഹത്തായ നിമിഷത്തിൽ കല്യാണം കഴിക്കാൻ വന്ന ചേട്ടൻ എന്താണ് പറയാനുള്ളത്? കല്യാണം കളിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിടക്കാം. ചേട്ടാ പൊട്ടിയിട്ടുണ്ടോ? പിന്നെ ഫേഷ്യൽ ചെയ്താ? ഈ ഡ്രസ്സിന് എത്ര രൂപ? ഈ ഡ്രസ്സിന് എന്തെങ്കിലും പ്രത്യേകത കേട്ടോ? എന്തുവാ? കല്യാണ ഡ്രസ്സല്ലേ? 4 ബട്ടൺസ് ഒരു മുണ്ട്. ചെരുപ്പുണ്ടോ? അത് കാണിച്ചു കൊടുക്ക്. ചെരുപ്പൊക്കെ കാണണം. എന്തിന് മോളെ കല്യാണം വിളിച്ചായിരുന്നോ? കല്യാണം വിളിച്ചിട്ടോ എനിക്ക് ഓർമ്മ കൂടിയില്ല. പിന്നെ ഞാൻ കല്യാണത്തിന് തന്നെ വിളിച്ചായതാ? നിന്നെ വിളിച്ചായതാടാ? നീയാ? ഓ നീ ക്യാമറ. മാസ് മാസ്. പക്ഷെ ആസ വേണ്ട. ചേട്ടന് സിനിമയിലൊക്കെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ? ആ ഉണ്ട്.
ഓക്കെ ഓക്കെ ചിൻ ഡൗൺ ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നോക്കിയത് പറഞ്ഞേ. അവിടെ പെണ്ണും പിള്ള ഭർത്താവിനെ വഴക്ക് പറയുന്ന സീനാണ് ഗൈസ് നമ്മൾ കാണുന്നത്. ഇത്തവണ സാമ്പാർ ശരിയാവണേ. എന്റെ മുത്തശ്ശനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര ഒരാപത്തും വരുത്തൽ. ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്. എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിട്ടാണ്. എന്നെ തടയരുത്. അതെങ്ങോട്ട് താണ നിനക്ക് മാലയല്ല അവിടെ ചെന്ന് ഊരാ. ധൃതി വെക്കല്ലേ. വാടി ഇങ്ങോട്ട് നോക്കിക്കോ. സോ ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏറ്റുമാനൂരാണ്. അപ്പം എന്താ പറയണേ, നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ വരുന്നെന്ന് പറഞ്ഞ് ആ തെണ്ടി കാരണം ഇപ്പോൾ നല്ല പോസ്റ്റാണ് ഗൈസ്. ഞാൻ ഇവിടെ 1 മണിക്കൂറോളം പോസ്റ്റാണ്. അപ്പോൾ ഇനി അവനെ പൊക്കിക്കൊണ്ട് നേരെ ഇടുക്കി പോകണം, ചേട്ടൻ്റെ വീട്ടിൽ പോകണം. അവിടെ പരിപാടിയുടെ ബാക്കി പരിപാടി ഓളങ്ങൾ എല്ലാം നമ്മൾ ബാക്കി വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വരികയാണ്. മിസ്റ്റർ ഡൂഡ് വ്ലോഗ്സ്, എന്തെങ്കിലും പറയൂ. കല്യാണത്തെ പറ്റി 2 വാക്ക് പറഞ്ഞു. കല്യാണ കാര്യങ്ങളും എല്ലാം ഏകദേശം കഴിഞ്ഞു. അതുകൊണ്ട് പ്രിസോ അതുകൊണ്ട് എൻ്റെ അപ്പുറത്ത് പുതച്ചും കൂടി കിടക്കുന്നുണ്ട്. ക്യാമറയുടെ മുമ്പിൽ വരാൻ താല്പര്യമില്ല. അടിപൊളി റൂമാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ നേരെ തിരിച്ച് നാട്ടിലേക്ക് വിടും. അല്ലടാ ഇവനെ ഇന്ന് ഉറക്കത്തില്ല ഗൈസ്. ഇവിടെ ഗൈസ് അപ്പം നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ ഇവന്മാരെ എല്ലാം ഉറക്കം ഉളർത്തിയിട്ട് എങ്ങോട്ടേലും പോയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മളെല്ലാവരും എഴുന്നേറ്റു ഗൈസ്. എഴുന്നേപ്പിച്ചു ഗൈസ്. എല്ലാ മൈരന്മാരെ എഴുന്നേൽപ്പിച്ചു. നമുക്ക് ഇനി കട്ടിലേക്ക് ഇടുന്നോണ്ട് വ്ലോഗ് എടുക്കാം ഗൈസ്. മൊയിലാളി മസന്റെ കൂടി വഴി ഊട്ടിക്ക് പോവാ. തുണിയില്ല കിടക്കാതെ വാ, എഴുന്നേറ്റ് വാ. എനിക്ക് പിന്നെ ഗുഡ് ബോഡി ആയിട്ട് ഞാൻ തുണി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. കാമരാജ് യൂണിവേഴ്സിറ്റി വിടറാ, എന്നെ വിടറാ. One eternity later. ഫസ്റ്റ് നൈറ്റ് എൻജോയ് ചെയ്തില്ല. ഷിറ്റ്, മുട്ടക്കറി കണ്ടോ? ദാ വരുന്നു. ഷിറ്റ് ചേട്ടാ, എവിടുന്നേലും വാങ്ങും ചേട്ടാ.
ചേട്ടൻ വന്നൊന്ന് അലമ്പ. സത്യം ചേട്ടൻ വന്നു പിശുക്കുവാ വല്ലാണ്ട്. ഞങ്ങള് കേറി രാവിലെ കേറി വന്നേ ചേട്ടാ, ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകൂല. വന്ന് 2 പിടുത്തം തന്നു. പോയി വെള്ളം ഒഴിക്കാം. വാ കഴിക്കാൻ പോവാ. നിന്റെ പ്ലാൻ എന്തുവാ പറ. ഞാൻ പറയട്ടെ, 10:30 ആകുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടെ നേരെ മാട്ടുപ്പെട്ടി ഓക്കെ കയാക്കിന് ടിക്കറ്റ് അവ എടുക്കും. അവിടുന്ന് ഇറങ്ങി തിരിച്ചു വന്നൊരു 4-4:30 ഇറങ്ങിട്ട് വരുന്നു. ലൈറ്റ് എല്ലാം കഴിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ആ വഴിയൊക്കെ പോവാം. ഈ കപ്പിൾ ഇപ്പോഴാരാ കുണ്ടെന്നുള്ള കാര്യം മനസ്സിലായോ? ഇതെല്ലാം റോഡിലിട്ടുള്ള പട്ടി. കന്നിമാസ കുരുകി അവിടെ ഇരിക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അവിടെ നിസ്കരിക്കുന്നു. സോ ഗായ്സ്, അപ്പോൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ലൈറ്റും കാര്യങ്ങളും എല്ലാം അഴിച്ചിട്ട് നേരെ മൂന്നാറൊക്കെ കറങ്ങാൻ പോകാൻ ഗൈസ്. ബാക്കി വിഷയം എല്ലാം ആഡ് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളും എല്ലാം അഴിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ മൂന്നാർക്ക് പോവാണ്, ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പ്രിസോയ ആകാശം പോകണം. നമ്മൾക്ക് ഒരുപാട് ലേറ്റായ ബസ് കിട്ടത്തില്ല. അപ്പം എന്താ പറയുക, നമ്മൾ മൂന്നാർ പോയിട്ട് ബാക്കി വിഷ്വൽസ് എല്ലാം അത് ആഡ് ചെയ്യാം. ഓക്കെ, ബൈ ഗൈസ്. പ്രേക്ഷകരുടെ മനസ്സിലെ വേറാട്ടാത്തിൽ ഞാൻ ജയിച്ചു. പേരിൽ വായിൽ നിന്നും കേൾവിക്കാരുടെ ജനം വിലകുചറൈറ്റ് ചെയ്യും. വൈദ്യുതി കടി മൂത്ത് വെറുതെ ഇരിക്കും. മാനങ്ങളുടെ വായിലൊഴുകി തീ. എന്റെ ഹേറ്റേഴ്സിന് വരട്ടെ ഹെപ്പറ്റൈറ്റിസ് ബി. ഇല്ലതു തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സ്. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കും. വീടാൻ പറ്റത്തില്ല. അവിടെ ഗോഡ് അമ്മച്ചിയാണ് ഗൈസ്. നമ്മൾ മാട്ടുപ്പെട്ടി ഡാമെത്തി ഗൈസ്. അതെ, നമ്മൾ വാക്കിംഗ് ആണ്. വീട്ടിൽ നിനക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ചിരിച്ച് അവര് എല്ലാ വീഡിയോസിലും ഉണ്ട് ഇങ്ങനെ ഒരു ചിരി, ഒരു സ്മൈലും. മറ്റേ ആ യുഗയുടെ വ്ളോഗിനകത്തും ഉണ്ട് നീ ഇങ്ങനെ കുമ്മനടിച്ചിട്ട് പോവാതെ. ബോട്ടിങ്ങിന് പോയാലോ? സ്പീഡ് ബോട്ടിങ്ങിന് കാശില്ല. ദാരിദ്ര്യം. So guys, this is മാട്ടുപ്പെട്ടി ഡാം. സൈക്കിൾ പോലെ ചവിട്ടുന്ന ബോട്ടുണ്ട്, പെഡൽ ബോട്ട്. അല്ലാതെ നിനക്ക് മടുത്തിട്ടല്ല കേട്ടോ, രാവിലെ തൊട്ടേ വെറുപ്പിച്ചോണ്ടിരിക്കുക പോവാന്ന് പറഞ്ഞു. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചെറിയ ചെറിയ സ്പോട്ടെല്ലാം കവർ ചെയ്തിട്ട് നമ്മളിനി നേരെ പോവുകയാണ് റൂമിലോട്ട്. അവിടുന്ന് ബാഗ് എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ
2 ദിവസം ഇവിടെ ആയിരുന്നു. ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം ഇനി അടിപൊളി വ്ളോഗുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ഇനി വിക്കിത്തക്കിൻ്റെ അടുത്തും അവരുടെ അടുത്തൊക്കെ എല്ലാം പോകുന്നുണ്ട്. ഫുള്ള് കോട ഇറങ്ങി ഗൈസ്. കോടൊന്നും കാണാൻ വയ്യ. ഗായ്സ് അപ്പം സമയം ഇപ്പോൾ ഏകദേശം 11-11:30 ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ വന്ന് കയറിയതുള്ളൂ. പ്രിസോയെ, ആകാശിനെ, മിജോമോളെ അവരെ എല്ലാവരും ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇനി ഗായ്സ് ഒന്ന് നേരെ ഒന്ന് കിടന്നുറങ്ങണം. നാളെ രാവിലെ വ്ളോഗ് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഒക്കെങ്കിൽ നാളെ ഉച്ചയ്ക്ക് തന്നെ അപ്ലോഡ് ചെയ്യണം ഗായ്സ്. അപ്പം എന്താ പറയുക, നല്ല ടയേർഡാണ് ഗൈസ്, ഇത്രയും ഡ്രൈവ് ചെയ്ത് തന്നില്ലേ. സോ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗുമായി കാണുന്നത് വരെ ദിസ് ഇസ് ജോയൽ 46 സൈനിങ് ഓഫ് ഫ്രം FJ Vlogs. ബൈ.